നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട് മുഖ്യമന്ത്രി സന്ദർശിക്കില്ല. പ്രതിഷേധം ശക്തമാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം വേണ്ട എന്ന് വെച്ചത്. ഒരു പാർട്ടിയുടെയല്ല, ഒരു നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടും ദാരുണമായ കൊലപാതകത്തിൽ പ്രതികരിക്കാത്തതിൽ സങ്കടമുണ്ടെന്ന് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ അച്ഛൻ പ്രതികരിച്ചു. പ്രതിസ്ഥാനത്ത് CPM ആയതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തതെന്നും ശരത് ലാലിന്റെ അച്ഛൻ പ്രതികരിച്ചു. ജനനായകനായിട്ട് പോലും രാഷ്ട്രീയം മാറ്റിവെച്ച് പിണറായി വിജയന് ഒന്ന് സന്ദർശനം നടത്താമായിരുന്നു. എങ്കിൽ ഒരു നാടിന്റെ നായകനോട് രാഷ്ട്രീയം മറന്ന് ജനങ്ങൾ അദ്ദേഹത്തെ മാനിച്ചേനെ. ഇതിപ്പോൾ ഇരട്ടച്ചങ്കനെന്ന് സമൂഹം നെഞ്ചിലേറ്റിയ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതിബിംബം ഒരു നിമിഷം കൊണ്ട് താഴെ വീണുടഞ്ഞു പോയല്ലോ. മുതലാളിത്തത്തെ എതിർക്കുകയും തൊഴിലാളി വർഗ പാർട്ടിയെന്ന് സ്വയം അഭിപ്രായപ്പെടുമ്പോഴും കേരളത്തെ ഒട്ടാകെ ഞെട്ടിച്ച അടച്ചുറപ്പില്ലാത്ത ഒരു ഒറ്റമുറി വീട്ടിലെ 2 പാവപ്പെട്ട യുവാക്കളുടെ കൊലപാതകത്തിന് തൻ്റെ പാർട്ടി തന്നെ കാരണക്കാരനാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു നാടിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ കുടിലിൽ ഒന്ന് എത്തി നോക്കാനോ ഒരാശ്വാസവാക്ക് പറയാനോ കഴിയാത്ത താങ്കൾക്കെങ്ങനെ ഒരു ജനപ്രതി ആർജിച്ച നേതാവാകാൻ കഴിയും? താങ്കളുടെ ഈ മുഖം തിരിക്കൽ കേരള ജനത ഇനി ഒരിക്കലും മറക്കുമെന്ന് കരുതുന്നില്ല. എന്തായാലും അങ്ങയുടെ സാന്നിധ്യമെങ്കിലും ആശ്വാസമായി പ്രതീക്ഷിച്ച കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും മാതാപിതാക്കൾ അങ്ങയിലെ മനുഷ്യത്വമുള്ള മനസ്സിനെ പ്രതീക്ഷിച്ചിരുന്നിരിക്കാം. ഒരുപക്ഷെ ഇനിയും അവർ പ്രതീക്ഷിക്കുന്നുമുണ്ടാകാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.